സംസ്ഥാനത്ത് പൂട്ടിക്കിടക്കുന്ന കള്ളുഷാപ്പുകൾ വീണ്ടും തുറക്കാനുള്ള സാധ്യത സർക്കാർ സജീവമായി പരിഗണിക്കുന്നു. പരമ്പരാഗത തൊഴിൽ മേഖലയായ കള്ള് വ്യവസായം കടുത്ത പ്രതിസന്ധി നേരിടുന്ന സാഹചര്യത്തിൽ വിഷയം പരിശോധിക്കാൻ എക്സൈസ് മന്ത്രിയുടെ നേതൃത്വത്തിൽ ചർച്ചകൾ നടക്കും. ആയിരക്കണക്കിന് തൊഴിലാളികൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന തീരുമാനത്തിലേക്കാണ് സർക്കാർ നീങ്ങുന്നത്. സംസ്ഥാനത്ത് കഴിഞ്ഞ വർഷങ്ങളിൽ പൂട്ടിയ കള്ളുഷാപ്പുകൾ വീണ്ടും പ്രവർത്തനക്ഷമമാക്കാനുള്ള സാധ്യതകളാണ് സർക്കാർ പരിശോധിക്കുന്നത്. എക്സൈസ് മന്ത്രിയുടെ നേതൃത്വത്തിൽ വിവിധ തലങ്ങളിൽ ചർച്ചകൾ നടത്താനാണ് തീരുമാനം. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് സംസ്ഥാനത്താകെ 1460 കള്ളുഷാപ്പുകളാണ് അടച്ചുപൂട്ടിയത്. ഇതോടെ 4500-ലധികം തൊഴിലാളികൾക്ക് തൊഴിലും വരുമാനവും നഷ്ടമായി. ബാറുകളുടെയും ബിവറേജ് ഔട്ട്ലെറ്റുകളുടെയും എണ്ണം വർദ്ധിച്ചതോടെ കള്ളിന്റെ വിൽപ്പനയിൽ ഇടിവുണ്ടാവുകയും നിരവധി ഷാപ്പുകൾ സാമ്പത്തിക പ്രതിസന്ധിയിലാകുകയും ചെയ്തിരുന്നു. അതേസമയം ഒരിക്കൽ പൂട്ടിയ ഷാപ്പുകൾ വീണ്ടും തുറക്കുക എളുപ്പമല്ലെന്നാണ് ഉടമകൾ പറയുന്നത്. ഉയർന്ന കെട്ടിട വാടക, ലൈസൻസ് സംബന്ധമായ നടപടിക്രമങ്ങൾ, പ്രാദേശിക എതിർപ്പുകൾ എന്നിവ പ്രധാന വെല്ലുവിളികളായി നിലനിൽക്കുന്നു. പതിറ്റാണ്ടുകളായി ഈ മേഖലയെ ആശ്രയിച്ച് ജീവിക്കുന്ന തൊഴിലാളികളും ഉടമകളും അനുകൂല സർക്കാർ തീരുമാനത്തിനായി കാത്തിരിക്കുകയാണ്. ചർച്ചകൾക്ക് ശേഷമുള്ള സർക്കാർ നിലപാടാണ് ഇനി കള്ളു വ്യവസായത്തിന്റെ ഭാവി നിർണ്ണയിക്കുക. മീഡിയ ടൈം, കൊച്ചി.